ഇന്ന് നമ്മളൊരു മത്തി പെപ്പർ ഫ്രൈ ആണ് ചെയ്യുന്നത്. നല്ല നാടൻ രീതിയിൽ പച്ച കുരുമുളകൊക്കെ അരച്ച് മത്തി വറുത്തെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി ഫ്രൈ തന്നെയായിരിക്കും ഇത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 തണ്ട് പച്ച കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പച്ചക്കുരുമുളക് എല്ലാ സമയത്തും ഇപ്പോൾ ഇവിടെയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ചില സമയത്തൊക്കെ ലുലുവിലൊക്കെ അവൈലബിൾ ആണ് ഇത്. ഇപ്പോൾ ഞാനത് ലുലുവിൽ കണ്ട സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നാട്ടിലൊക്കെ ആവുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കുരുമുളക് തന്നെ കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇത് കുറച്ചൊരു ഫ്രഷ്നെസ് കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് പച്ചക്കുരുമുളക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുരുമുളക് പൊടി ചേർത്തിട്ടും ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മത്തി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം മത്തിയാണ് എടുത്തിട്ടുള്ളത്. 300 ഗ്രാം എന്ന് പറയുന്ന സമയത്ത് ഈ വലുപ്പത്തിലുള്ള ഒരു 10 മത്തി ഉണ്ടാവും. അത് മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീനാണ്, നന്നായിട്ട് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കുന്നത് നോക്കാം. ഈ കുരുമുളക് ഒന്ന് നമ്മൾ ചുട്ടെടുത്തതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. ചുട്ടെടുക്കാൻ മീൻസ് നാട്ടിലൊക്കെ ആവുന്ന സമയത്ത് തീക്കനലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയാവും. ഒന്നങ്ങ് ചുട്ടെടുക്കുക. ഇവിടെ ആവുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഗ്യാസിലാണ് ചെയ്യാൻ പറ്റുക. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ വാടി വരുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഗ്യാസിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മണികളൊക്കെ ഉതിർത്തി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ്. കാരണം നമ്മൾ കുരുമുളക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ പൊടികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉതിർത്തി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അങ്ങനെ എടുത്തിട്ടുള്ള കുരുമുളകാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 4-5 വെളുത്തുള്ളി ചെറുതായി മുറിച്ചതുകൊണ്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്. നാടൻ വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റും സ്മെല്ലും ഒക്കെ കൂടുതൽ കിട്ടും. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തത്. ഇഞ്ചി കൂടുതൽ വേണ്ട കേട്ടോ, വെളുത്തുള്ളിയുടെ അത്രയ്ക്ക് വേണ്ട. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നല്ല അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ആ മഞ്ഞ കളറ്. പക്ഷേ മഞ്ഞൾപ്പൊടി ചേർത്ത് വീഡിയോ ക്ലിപ്പ് കട്ടായി പോയതാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇടേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഈ കുരുമുളകൊക്കെ തേച്ചിട്ട് മീൻ വറുത്തെടുക്കുന്ന രീതിയിൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഇതുപോലുള്ള ചെറിയ മത്തി അല്ലെങ്കിൽ ചെറിയ അയില മീൻ അതിലൊക്കെ ചെയ്യുമ്പോഴേക്കും ചെറിയ മീനുകളിലൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കഷ്ണ മീനുകളിലൊക്കെ ചെയ്യാം, പക്ഷെ അതിനൊക്കെ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഈ രീതിയിലുള്ള മീനിലേക്കൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മസാല ആക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അതാ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക പാത്രത്തിൻ്റെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, പക്ഷേ ഉണ്ടെങ്കിൽ ചെറിയൊരു പുളി കിട്ടുന്നു മാത്രം. അതുപോലെ ഇതിലേക്കൊരു 1 ടീസ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മീനിൽ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മീനിൽ തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില എടുക്കുന്ന സമയത്ത് ഒന്ന് കൈകൊണ്ട് മുറിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടിക്കോളും. ഇനി നമുക്ക് ഈ ഒരു മത്തി വറുത്തെടുക്കുന്ന സമയത്ത് വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തിലൊക്കെ ചതച്ച സമയത്ത് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. നമ്മൾ സാധാരണ ഏത് മീനും വറുത്തെടുക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അത്രത്തോളം മസാല പിടിച്ചു കിട്ടും. ഇനി ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമുക്കിതൊരു 15 to 20 മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാരണ മീനൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. മീൻ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് നാടൻ രീതിയിലുള്ള മീൻ എപ്പോഴും വറുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെയായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നമ്മൾ ഈ കുരുമുളകൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഈ കുരുമുളക് അരച്ചെടുത്തിട്ടുള്ള മസാല ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും, അതങ്ങ് മൂത്ത് വരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം ഓയിൽ എടുക്കുക. അപ്പോൾ നമുക്കിനി ഓരോ മീനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഫസ്റ്റ് ഇടുന്നതിന് മുൻപായിട്ട് നമ്മൾ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കറിവേപ്പില, കുറച്ചുകൂടെ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ഈ ഒരു മത്തി ഫ്രൈ റെഡിയായി കിട്ടും. മീനിൻ്റെ 2 ഭാഗവും ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് അങ്ങ് മുരിച്ചെടുക്കേണ്ട. ശരിക്കും ഒരു 90% വേവാവുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ നമ്മളിത് ചൂടോടുകൂടെ തന്നെ കഴിക്കണം കേട്ടോ. ചൂടോടുകൂടെ കഴിക്കുമ്പോഴായിരിക്കും എപ്പോഴും മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് നന്നായിട്ട് മുരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ എണ്ണയിലിട്ടാൽ മതിയാവും.
ഇപ്പോൾ എല്ലാ മീനുകളും വറുത്തെടുത്ത് കഴിക്കാനായി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയും ഈ ഒരു മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കേണ്ട കാര്യം മറക്കരുത് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്